നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പുതിനയിലയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പുതിനയുടെ തണ്ട് മതി കേട്ടോ. ഇത് ഞാൻ കണ്ടോ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പുതിനയുടെ തണ്ട് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നന്നായിട്ട് ഇങ്ങനെ വേരൊക്കെ വരും കേട്ടോ. ഒരു 8-10 ദിവസം കൊണ്ടൊക്കെ ഇതിന് നന്നായിട്ട് വേരൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ അത് ചെറിയ ലീഫൊക്കെ വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നില്ലേ, അതുപോലെ അതിൻ്റെ ലീഫൊക്കെ അതിമുള്ള ലീഫൊക്കെ കരിഞ്ഞ് ഇങ്ങനെ തുടങ്ങും. അപ്പോൾ ഇത് കേട് വരികയാണെന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ എടുത്ത് കളയരുത് കേട്ടോ. ആ ഇലയൊക്കെ കരിഞ്ഞ് പോയാലും അത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് അതിന് പുതിയ ഇലകളൊക്കെ വരും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യുക. അതിൻ്റെ മുന്നേ നമ്മൾ ചെടി കേട് വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അതെടുത്തിട്ട് കളയരുത് കേട്ടോ. ആരും ഒന്ന് വെയിറ്റ് ചെയ്യുക 10 ദിവസം. എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ ഇതാണ്ട് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഈ റൂട്ടൊക്കെ നല്ല രീതിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയതിന് ശേഷം ഇത് അതിലേക്ക് നട്ടു കൊടുത്തിട്ട് തണലത്ത് വെക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ട് ചെടി ഒന്ന് ഗ്രോത്തായി വരുന്നത് വരെ അധികം വെയിലൊന്നും അടിക്കാത്ത എന്നാൽ അത്യാവശ്യം വെയിലുള്ള രീതിയിൽ തണലത്ത് വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പുതിന നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട.